കൊല്ലങ്കോട് പുതുനഗരം പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഊട്ടറ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ഗായത്രിപ്പുഴയ്ക്ക് കുറുകെ കാലപ്പഴക്കം ചെന്ന ഊട്ടറ പഴയ പാലത്തിന് സമാന്തരമായാണ് ഊട്ടറ പുതിയ പാലം നിർമ്മിക്കുന്നത്. നിലവിൽ ഫൗണ്ടേഷൻ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. കൂടാതെ ഗർഡറുകളുടെ നിർമ്മാണം ഉടൻ തന്നെ ആരംഭിക്കും. സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡാണ് നിർമ്മാണം നടത്തുന്നത്. 7.67 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന ഊട്ടറ പുഴപ്പാലം 2025 സെപ്റ്റംബർ 13 വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസാണ് നിർമ്മാണോദ്ഘാടനം ചെയ്തത്. ഇരുവശത്തും 11.05 മീറ്റർ വീതിയിലും 190.58 മീറ്റർ നീളത്തിലുമാണ് നടപ്പാത. 30.72 മീറ്റർ നീളത്തിൽ 2 സ്പാനുകളിലായി ആകെ 61.44 മീറ്റർ നീളമുള്ള പാലവും കൊല്ലങ്കോട് വശത്ത് 58.12 മീറ്റർ നീളമുള്ള അപ്രോച്ച് റോഡും പുതുനഗരം വശത്ത് 71.82 മീറ്റർ നീളമുള്ള അപ്രോച്ച് റോഡും ഉൾപ്പെട്ടതാണ് പാലം. പുതിയ പാലത്തിന്റെ 3 പില്ലറിൽ ഒരു പില്ലറിന് ശനിയാഴ്ച കോൺക്രീറ്റിംഗ് ആരംഭിക്കുമെന്ന് കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ദാസ് അറിയിച്ചു. അത് ഉടനടി തന്നെ വേനൽക്കാലം അവസാനിച്ച് ഒരു മഴക്കാലം വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റേതായുള്ള ബേസിക് ആയിട്ടുള്ള പണികളെല്ലാം തീർത്ത് വയ്ക്കണം എന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തൊട്ട് അപ്പുറത്തുള്ള അതുപോലെ തന്നെ വടവന്നൂരും അതുപോലെ കൊല്ലങ്കോടും ഗ്രാമപഞ്ചായത്തും പങ്കിടുന്ന ആലമ്പള്ളം പാലമുണ്ട്. അപ്പം ആ പാലവും പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ പാലത്തിൻ്റെ പണി ഉടനെ തീർക്കണം എന്നുള്ളതാണ്. അവിടെ ഇപ്പോൾ തിങ്കളാഴ്ച മുതൽ പണി ആരംഭിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അതുപോലെ തന്നെ ഈ അവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഹെവി വെഹിക്കിൾസ് അല്ലെങ്കിൽ അതിഭാരമായിട്ടുള്ള വെഹിക്കിൾസൊക്കെ തടയാനായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായുള്ള എല്ലാ സാഹചര്യങ്ങളും മുന്നൊരുക്കങ്ങളും നടത്തി ഇനിയും ഈ പാലത്തിൻ്റെ പണി പുരോഗമിച്ച് തന്നെ കൊണ്ടുപോകും. എത്രയും പെട്ടെന്ന് തന്നെ അവരിപ്പോൾ ഓരോ പില്ലർ നൽകുന്നതും അതിൻ്റേതായുള്ള ഘട്ടം ഘട്ടമായിട്ടാണ് തീർത്ത് വരേണ്ടത്. അപ്പോൾ അതാദ്യം ഇപ്പം ശനിയാഴ്ചത്തോടെ ഈ ഒരു ഇത് കോൺക്രീറ്റ് ആരംഭിക്കും. അങ്ങനെ 3 പില്ലറുകളും ഘട്ടം ഘട്ടമായി തീർത്ത് ഉടനെ തന്നെ അവർ പണി പുരോഗമിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. എത്രയും പെട്ടെന്ന് നല്ലൊരു പാലം ഇനിയും ഒരുപാട് വർഷങ്ങൾക്ക് ആവശ്യകരമായിട്ടുള്ള തന്നെ ഒരു പാലം നമുക്ക് ഈ കൊല്ലങ്കോട് നിന്നായിട്ട് നിർമ്മിക്കുന്നത് പ്രതീക്ഷിക്കുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിയാവുദ്ദീൻ, സൈറ്റ് എഞ്ചിനീയർ ദർവേഷ്, R. ശിവൻ എന്നിവരും നിർമ്മാണ പ്രവർത്തികൾ വിശദീകരിച്ചു. ഒരു പില്ലറിൻ്റെ വർക്ക് സാറ്റർഡേ ശനിയാഴ്ച കോൺക്രീറ്റിന് തീരുമാനിച്ചിട്ടുണ്ട്. കോൺക്രീറ്റ് കഴിഞ്ഞോട് കൂടിയിട്ട് പിന്നെ ക്യൂറിങ്ങിൻ്റെ സമയം മാത്രമേ എടുക്കുള്ളൂ. അവരോട് സംസാരിക്കുമ്പോൾ എഞ്ചിനീയറിങ്ങോട് സംസാരിക്കുമ്പോൾ അവർ പറയണത് 28 ദിവസം കൊണ്ട് ഒരു പില്ലറിൻ്റെ വർക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. അത്തരത്തിൽ 3 പില്ലറുകളാണ് ഈ പാലത്തിൽ എസ്റ്റിമേറ്റ് പ്രകാരം തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ഒരു പില്ലറിൻ്റെ വർക്ക് സാറ്റർഡേ കോൺക്രീറ്റ് കഴിഞ്ഞോട് കൂടിയിട്ട് വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും. एक दिन में पूरा ये हमारा राफ्ट का एक दिन में कंप्लीट हो जाएगा. उसके बाद हम स्टेप वाइज इसका जो पिलर का है सर पियर का इसको करेंगे. सिमिलरली वी आर डूइंग द नेक्स्ट P1 एंड A1 ऑल्सो. इसके बाद हम लोग P1 और A1 का काम शुरू करेगा. देन वी आर ट्राइंग आवर बेस्ट टू अचीव द प्रोजेक्ट ऑन टाइम. अभी वो 3 पिलर में वो काम शुरू होता है. हाँ, इसके बाद हम 3 पिलर काम खलास तो ये नया ब्रिज कभी हो जाएगा? हाँ सर. कितने महीने लगेगा? इसको अराउंड 2 to 3 मंथ में हम लोग कोशिश कर रहे हैं कि हमारा कंप्लीट हो जाए प्रोजेक्ट. അമിത ഭാരം കയറ്റി വരുന്ന വാഹനങ്ങൾക്ക് പഴയ പാലത്തിൽ ഗതാഗതം നിരോധനം ഏർപ്പെടുത്തുമെന്ന് അശ്വതി ദാസ് പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.